കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ നടപടി. പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചു. വിനയരാജ് ഈ തീരുമാനത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. വിനയ. എന്തായാലും ഈ വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. നടന്നത് ഏറ്റവും ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഒരു തരത്തിലും ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നുമാണ് ഇപ്പോൾ കൗൺസിൽ വ്യക്തമാക്കിയത്. ഈ സേവന മേഖലയിലുള്ളവർ മനുഷ്യത്വം പാലിക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം നടത്താൻ സാധിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർ പഠന സാധ്യത ഇല്ലാതാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ യോഗത്തിൽ പ്രധാനമായും എടുത്തിരിക്കുന്നത്. ഈ ഫെബ്രുവരിയിൽ പരീക്ഷയും മറ്റും വരികയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ തടയുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോളേജ് അധികൃതരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉടൻ അറിയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനായി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ എന്തായാലും ഇവർക്ക് പഠിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ കോടതി അടക്കം ഈ കേസ് പരിഗണിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ മറ്റു തീരുമാനങ്ങളൊന്നും എടുക്കില്ല, അല്ലെങ്കിൽ ഉണ്ടാകുന്ന മുറയ്ക്കായിരിക്കും മറ്റു തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഇതേ കോളേജിൽ നിന്ന് തന്നെ 2 വർഷം മുൻപ് ഇതുപോലെ ഒരു പരാതി ലഭിച്ചിരുന്നു. റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തീരുമാനം എടുത്തതാണ്, നടപടിക്രമങ്ങൾ അടക്കം ചെയ്തതാണ്, ആ റാഗിങ്ങിനെതിരെ നടപടി എടുത്തതാണ്. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഹീനമായ പ്രവൃത്തി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നും യോഗത്തിന് ശേഷം ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇരയാക്കപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെ, അല്ലെങ്കിൽ നീതി ലഭിക്കണമെന്ന് തന്നെയാണ് തങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നടക്കമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ പ്രധാനമായും അല്ലെങ്കിൽ അവർ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റേണ്ട കാര്യമില്ല. SFIക്കോ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഭാരവാഹികൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഇനി സാധ്യമല്ല എന്ന് തന്നെയാണ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. കോളേജിലെ റാഗിങ്ങിലെ നടപടിയാണ്. പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിനയരാജ്.